ഹായ് എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആക്ച്വലി ഞാനിന്നൊരു നല്ല പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നമ്മളെല്ലാവരും ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി കുറേ കാശ് ചിലവാക്കുന്നവരാണ്. കാരണം ദുബായ് പോലുള്ള അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത്, അതായത് നമുക്ക് കേരളത്തിൽ മാത്രമാണ് സുലഭമായിട്ട് നമുക്ക് പാറക്കല്ലും കാര്യങ്ങളൊക്കെ കിട്ടുക, നമുക്ക് കാലുരച്ച് കഴുകാൻ വേണ്ടിയിട്ട്. അത് നമ്മളിവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്യുന്നതിന് നമുക്ക് അത്രയും എഫക്റ്റാണ്. ഹായ് പറ. എന്താ കഴിക്കുന്നേ? ആലുബുജി കഴിക്കുന്നത്. ഹെൽമോൾ ആലുബുജി കഴിക്കുമായിരുന്നു, കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരുന്ന. അപ്പം ഞാൻ ഹേബിലൂട്ടിന് ഉറങ്ങുവാണ്. അപ്പം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് എങ്ങനെ നമുക്ക് പെഡിക്യൂർ ചെയ്യാം. അത് വളരെ ഈസിയാണ് കേട്ടോ. ഞാൻ വളരെ കുറഞ്ഞ റേറ്റിൽ തെമുവിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക്കിൽ ആണ് വർക്ക് ചെയ്യുക. നമുക്ക് കറണ്ടിൽ കുത്തി ചാർജ് ചെയ്യാം. ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിക്ക് അത് നമ്മുടെ കാലിൽ ഒരു സ്റ്റോൺ ഉണ്ട് അതിലും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല പാറക്കല്ലിലോ ഒക്കെ ഇട്ട് നമുക്ക് ഉരച്ച് കഴുകാം കാല്. അപ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് പെഡിക്യൂർ ചെയ്തതുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് കാല് എന്തായാലും നമുക്ക് ഒരു 2 months കൂടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം പാർലറിൽ പോയിട്ട് നമ്മളൊരു പെഡിക്യൂർ ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്കിവിടെ. അല്ലെങ്കിൽ നമുക്ക് ഈ കാലിലിങ്ങനെ വൈറ്റ് കളർ നമ്മുടെ ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഇരിക്കും. പക്ഷേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ പ്രോഡക്റ്റ്. സ്കിൻ കെയർ ടൂൾ ഫോർ ഗ്രൈൻഡിങ് ഫീറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ 1-2 പ്രാവശ്യം യൂസ് ചെയ്തു, നല്ല റിസൾട്ടാണ്. ഇതതിൻ്റെ ഒരു ചെറിയ മാനുവലാണ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ ചാർജർ, ചെറിയ ചാർജറാണ്. ഇതാണ് കുത്തിയിടാം. ഇത് ഇങ്ങനെ നമുക്ക് ഇവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, ചാർജ് ചെയ്തതിന് ശേഷം നമുക്കിത് കറണ്ടുമായിട്ട് നമ്മുടെ ഒരു അഡാപ്റ്റർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന സ്വിച്ച് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ കറങ്ങും. ഇത് ഈ സാധനം ഇപ്പോൾ നല്ലപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കൈ തൊടുമ്പോൾ അറിയാം, നല്ലപോലെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഫോഴ്സിലാണ് നമ്മുടെ ഡെഡ് സ്കിന്നുകളെല്ലാം പുറത്ത് പോകുന്നത്. ഇവരാണ് കൈമുറി ഡെഡ് സ്കിന്നുകളൊക്കെ പുറത്ത് പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ വേറെ ഒരു ഭാഗത്തും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഈവൻ നമ്മുടെ ഹാൻഡ് സോഫ്റ്റ് ആക്കാനൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫോഴ്സ് കറങ്ങുന്നതുകൊണ്ട് ചിലപ്പം നമ്മുടെ കൈയൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫീറ്റിൽ, അതായത് നമുക്ക് കുറേ നേരം നമ്മൾ എങ്ങനെയാണോ പെഡിക്യൂർ നമ്മൾ എങ്ങനെയാണോ പാർലറിൽ പോയിട്ട് നമുക്ക് അവർ ചെയ്തു തരുന്നത് കാലിൽ, അതുപോലെ തന്നെ കുറേ നേരം നമുക്ക് കാല് വെള്ളത്തിൽ വെച്ച് സോഫ്റ്റ് ആക്കുക. നമ്മുടെ കാലിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം സോഫ്റ്റ് ആക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ആ വെള്ളത്തിലേക്ക്, ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇത്തിരി ഉപ്പ് ആദ്യം ഇട്ട് ചെറുതായിട്ട് നമുക്ക് കാല് അതിൽ മുക്കി വയ്ക്കണം ഒരു 5 minutes. അതിനുശേഷം ഇച്ചിരി ഷാമ്പുവോ ഷാമ്പുവാണ് ഏറ്റവും നല്ലത്. ഷാമ്പു ഉപയോഗിച്ച് കാല് കുറച്ച് നേരം അതിലേക്ക് മുക്കി വയ്ക്കുക. അതിനുശേഷം അത് വെള്ളത്തിൽ നിന്ന് കാലെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്തിട്ട് കാല് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി, ഒരു ടവലിട്ടിട്ട്. എന്നിട്ട് നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് കാലിൻ്റെ എല്ലാ പാർട്ടിലേക്കും, അതായത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഡെഡ് സ്കിന്നുകളെല്ലാം ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ മുറിക്കാത്തിരുന്ന് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പാടാണ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പെഡിക്യൂർ ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ വളരെ യൂസ്ഫുള്ളാണ് ഈ സാധനം. ഇതിൻ്റെ ഒരു സ്പെയറും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. അത് ഈ സ്റ്റോണാണ്. അപ്പം ഈ സ്റ്റോൺ ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ഈ സ്റ്റോൺ യൂസ് ചെയ്യാവുന്നതാണ്. അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അത് റിമൂവ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റുന്നതാണ്.
അങ്ങനെ 2 രീതിയിലുള്ള യൂസാണ് ഇതിനുള്ളത്. 2 എണ്ണമാണ് ഇതിനുള്ളത്. ഒരെണ്ണം തീരുമ്പോൾ ഒരെണ്ണം നമുക്ക് യൂസ് ചെയ്യാം. മോൻ്റെ കാലിൽ ഇപ്പം ചെയ്യാൻ പറ്റില്ല, കുഞ്ഞി കാലാണേ. ഇച്ചിരി വലുതാകുമ്പോൾ മോളുടെ കാലിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പം ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എനിക്കിത് എന്തായാലും നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഞാനിപ്പോൾ ഒരു 6-7 മാസമായിട്ട് ഞാൻ പാർലറിലേക്ക് പോകുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 6-7 മാസമായി ഞാൻ പാർലറിൽ പോകുന്നില്ല. പെഡിക്യൂറിനായിട്ട് പോകുന്നില്ല, ത്രെഡിങ്ങിനും കാര്യങ്ങൾക്കും ആയിട്ട് ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് പോകാറില്ല. കണ്ട, ഇങ്ങനെയാണ് കാലിൽ ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ വളരെ സോഫ്റ്റായിട്ട്, കുട്ടികൾക്കൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം അത് കാലൊന്നും മുറിയാൻ പാടില്ല. കാരണം അവരുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് കാലമായതുകൊണ്ട് ഇവർക്ക് മെല്ലെ എങ്ങനെ ചെയ്യാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് വിട്ടിട്ടേ ഉള്ളൂ, ഒന്നും അവർക്ക് ഹാംഫുള്ളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അവളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്ന് ചെയ്തതാണ്. ഓക്കെ ഹെർമോൻ, അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് subscribe. Take care. Bye bye. See you with another video. Take care.